Good afternoon, everyone. Welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്ന ന്യൂസ് ആണ്. ഇൻ ഇന്ത്യ വോട്ടിംഗ് കനോട്ട് റിമെയിൻ മിയർലി എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്. അതായത് ഇന്ത്യയിൽ റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്, ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്. ഓക്കെ, അപ്പോൾ അത് ഫണ്ടമെന്റൽ റൈറ്റ് ആക്കണതിൻ്റെ ആവശ്യകതയുണ്ടോ? അപ്പം അത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആക്കണതിൻ്റെ ആവശ്യകത അത് എത്രത്തോളം ചലഞ്ചിങ് ആണ്, ഐ മീൻ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. ദെൻ AI ഗവേണൻസ് ആൻഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗവേണൻസ് റിലേറ്റഡ് ആയിട്ട് ഗ്ലോബൽ ലെവലിലുള്ള ഗവേണൻസും നമുക്ക് AI സബ്മിറ്റ് ഒക്കെ നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചും. അതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ സൗത്തിന്റെ ലീഡറായി മാറിക്കൊണ്ടിരിക്കില്ലേ, അപ്പൊ ഇന്ത്യക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് നേഷൻസ് നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ന്യൂസിലുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ സറൗണ്ടിങ് ദ ക്വാഡ്സ് ഫ്യൂച്ചർ. അതായത് ക്വാഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട് നമുക്ക്, അല്ലേ? ആ ഓർഗനൈസേഷൻ ഇപ്പൊ നേരിടുന്ന ചലഞ്ചസും ഇപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കുറയുന്നുണ്ടോ? ഓക്കെ, ഇൻഡോ പസഫിക് റീജിയന്റെ ഇമ്പോർട്ടൻസ് കുറയുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് ഈ ന്യൂസിലുള്ളത്. ദെൻ ഡയമണ്ട് ജ്വല്ലറി എമംഗ് ദ പേലോഡ്സ് ടു ബി ലോഞ്ച്ഡ് ബൈ വിക്രം 1 റോക്കറ്റ്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി വിക്രം 1 എന്ന് പറയുന്ന റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമ്മൾ എന്താ ഈ ന്യൂസ് എന്താ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം? നമ്മൾ പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടുന്നുണ്ട് ഇതുപോലുള്ള സയന്റിഫിക് മേഖലകളിൽ. സ്പേസ് റിസർച്ചിലും സ്പേസ് മിഷൻസിലൊക്കെ പ്രൈവറ്റ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഗവൺമെന്റ് ഒരുപാട് സ്കീംസും കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗത്ത് അതിനൊരു എക്സാമ്പിൾ ആണത്. ഓക്കെ, വിക്രം 1 എന്ന് പറയുന്ന ഒരു ഓർബിറ്റൽ ക്ലാസ് റോക്കറ്റ് ഹാസ് ബീൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, സ്കൈ റൂട്ട് എയറോബേസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു ജൂലൈ 16 തൊട്ടാണ് ഇതിന്റെ ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് പറയുന്നത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ഓക്കെ, ദെൻ നമുക്ക് ഓരോ ന്യൂസും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഇൻ ഇന്ത്യ വോട്ടിംഗ് കനോട്ട് റിമെയിൻ മിയർലി എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്. എന്താ കോണ്ടെക്സ്റ്റ് നോക്കാം. A debate has resurfaced on whether the right to vote should be recognized as a fundamental right instead of remaining only a statutory right. നമുക്ക് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്, അതൊരു മൗലിക അവകാശം അല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. ലൈക്ക് കുറച്ച് ആക്ട്സ് പ്രകാരം നമുക്ക് തരുന്ന കുറച്ച് റൈറ്റ് ആണ്. ഏതൊക്കെ ആക്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. ഇതിൽ നിന്നൊക്കെയാണ് ഈ നിയമങ്ങൾ വഴി ലഭിക്കുന്ന അവകാശങ്ങളാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്. ഓക്കെ, ഇതുപോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ നോട്ട് എ പാർട്ട് ഓഫ് 3 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് വന്നിട്ടുണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് റൈറ്റ് ടു വോട്ട്, ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഒരു റൈറ്റ് ടു വോട്ടിനെ ഉയർത്തണ്ട, മറിച്ച് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആയിട്ട് മാത്രം ഇരുന്നാൽ മതി എന്ന് തന്നെയാണ് പലപ്പോഴും സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്സ് വന്നിരുന്നത്. ലൈക്ക് ഓരോ ജഡ്ജ്മെന്റ്സ് നമുക്ക് നോക്കി നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജഡ്ജ്മെന്റ്സ്. നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ ഈ ജഡ്ജ്മെന്റ്സ് ഒക്കെ എഴുതാൻ പറ്റണം. മെയിൻസിന് NP പൊന്നുസ്വാമി വേഴ്സസ് റിട്ടേണിംഗ് ഓഫീസർ 1952 സുപ്രീം കോടതി പറഞ്ഞു വോട്ടിംഗ് ആൻഡ് കോണ്ടസ്റ്റിംഗ് എലക്ഷൻസ് ആർ എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. അതായത് എലക്ഷന് വോട്ട് ചെയ്യുക എന്ന് പറയുന്നതും കോണ്ടസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതും മീൻസ് മത്സരിക്കുക എന്ന് പറയുന്നതും ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് എന്ന് പറഞ്ഞു. ജ്യോതി ബാസു വേഴ്സസ് ഡാബി ഗോഷൽ 1982 കേസാണ്. ഇതിൽ പറഞ്ഞു റൈറ്റ് ടു വോട്ട് ഇസ് പ്യുവർലി എ സ്റ്റാറ്റ്യൂട്ടറി. അത് അഗെയിൻ എന്താ പറയുക റീഇൻഫോഴ്സ് ചെയ്തു. ദെൻ റീട്രേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം, റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. ദെൻ കുൽദീപ് നായർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2006 എന്ന് പറഞ്ഞ കേസിൽ ഡെമോക്രസി ഇസ് എ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ബട്ട് ദ റൈറ്റ് ടു വോട്ട് ഫ്ലോസ് ഫ്രം സ്റ്റാറ്റ്യൂട്ട്. അതായത് ഡെമോക്രസി എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ. എന്താണ് ബേസിക് സ്ട്രക്ചർ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് പൊളിറ്റിയിൽ. അപ്പൊ അത് ഡെമോക്രസി ഇസ് എ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. പക്ഷേ റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ദെൻ പക്ഷേ
റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ വോട്ടിംഗ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എലക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രോസസ്സിനെ ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സിനെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റീഫോംസ് 2002 കേസിൽ പറഞ്ഞു എന്ത്, വോട്ടേഴ്സ് ഹാവ് ദ റൈറ്റ് ടു നോ ദ ക്രിമിനൽ ആന്റിസിഡൻസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് കാൻഡിഡേറ്റ്സ്. ഓക്കെ, കാൻഡിഡേറ്റ്സ് അതായത് ഇതുപോലെ ഇലക്ഷന് മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും അവർക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലങ്ങളുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ എന്താ, ഇതൊക്കെ അറിയുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 19(1)(a) ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതായത് ശരിക്കും നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, പക്ഷെ എലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗം. ഓക്കെ, അതിലൊന്നാണ് ഇത് പറഞ്ഞ റൈറ്റ് ടു നോ, ഇത്തരം കാര്യങ്ങൾ അറിയുക എന്ന് പറയുന്നത് അതൊരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗം. എങ്കിൽ മാത്രമേ അവർക്ക് ഒരു ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞ്, അതായത് പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടി PUCL. ഓക്കെ, PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ അഗെയിൻ പറഞ്ഞു സുപ്രീം കോടതി റൈറ്റ് ടു വോട്ട് എന്ന് പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ആണ്, എന്നാൽ ഫ്രീഡം ഓഫ് വോട്ടിംഗ് ഇൻഫോംഡ് ചോയ്സ്, അതായത് നമുക്ക് ഈ ഇൻഫോംഡ് ചോയ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇത്തരം വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്താ കൃത്യമായിട്ടൊരു വോട്ടിങ്ങിന് വേണ്ടി ഒരു ഇൻഫോംഡ് ചോയ്സ് ഒരു വ്യക്തിക്ക് എടുക്കണം എന്നുള്ളത് എന്താ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 19(1)(a) എന്നും പറഞ്ഞു. ഓക്കെ, ദെൻ നോട്ട ജഡ്ജ്മെന്റ് 2013. അതായത് നോട്ട എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഇലക്ഷന് പോകുമ്പോൾ ഒരു നമുക്ക് ഓരോ കാൻഡിഡേറ്റ്സിന് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഓരോ ഐക്കൺ ഉണ്ടാവില്ലേ, അതിലൊരു സംഭവം നോട്ടയായിരിക്കും എന്താ നൺ ഓഫ് ദ എബോവ്. അതായത് ഈ തന്നിരിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, നൺ ഓഫ് ദ എബോവ് എന്ന് പറയില്ല നമ്മൾ, അസാധുവാക്കുന്നല്ല എന്ത്, ഇതിലാരും നമ്മൾ എടുക്കുന്നില്ല എന്ന് പറയില്ലേ, അതാണ് നൺ ഓഫ് ദ എബോവ് എന്ന് പറയുന്നത്. ഓക്കെ, അസാധുവല്ല, മറിച്ച് എന്ത് ഇതിലാരും നമ്മൾ ചൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഈ നൺ ഓഫ് ദ എബോവ് ഈ നോട്ട ജഡ്ജ്മെന്റ് 2013 വന്നതാണ്. അതായത് ഈ നോട്ട ഇസ് എ ഫോം ഓഫ് പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഉണ്ടെന്ന് പറയും നമ്മൾ. ഒരാളെയും നമുക്ക് വേണ്ട എന്ന് പറയുന്നതും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ്. ഓക്കെ, സീക്രസി ഓഫ് ദ എന്ന മാത്രമല്ല, ഇപ്പൊ ആർക്കും വോട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്ന ഒരു ഐക്കണോടെ ഉണ്ട്, അതെല്ലാവർക്കും കാണിക്കാൻ പറ്റില്ല. മീൻസ് പുതിയ വോട്ടിംഗ് സെന്ററിൽ പോകുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ സീക്രട്ട് ആയിട്ട് വയ്ക്കുന്ന സംഭവം. അതുപോലെ തന്നെ സീക്രസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് എന്ത്, ആർക്കും വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഐക്കൺ നിൽക്കുന്ന ആൾക്കും ഈ ഒരു സെയിം റൈറ്റ് വേണം. അപ്പൊ ഇത്തരത്തില് വോട്ടിംഗ് പ്രോസസ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ വേണ്ടി കോടതി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ റൈറ്റ് ടു വോട്ട് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് വീണ്ടും ആർഗ്യൂ ചെയ്യുന്നത്. ഈയിടെ ഒരു ജഡ്ജ്മെന്റ് 2023 വന്നിട്ടുണ്ടായിരുന്നു. അനൂപ് ബാരൻവാൾ യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ഒരു ബെഞ്ചിൽ ഒരു ജസ്റ്റിസ് പറഞ്ഞു എന്ത്, സപ്പോർട്ടഡ് റെക്കഗ്നൈസിങ് വോട്ടിംഗ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അതായത് വോട്ടിങ്ങിനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്ന ഈ അടുത്ത് ഒരു ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ്. ഇനിയുണ്ട്. ഓക്കെ, ഇനിയും ആക്ടിനെ കുറിച്ച് മീൻസ് വോട്ടിങ്ങിനെ കുറിച്ചുള്ള സുപ്രീം കോടതി ജഡ്ജ്മെന്റുകളുണ്ട്, നമുക്ക് നോക്കാം. പക്ഷെ മേജർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ റിലേറ്റഡ് ഒക്കെ ആയിട്ട് ആർട്ടിക്കിൾ 19(1)(a) കീഴിലാണ് റൈറ്റ് ടു നോ ദ കാൻഡിഡേറ്റ് ഇൻഫർമേഷൻ, ഫ്രീഡം ടു മേക്ക് ഇൻഫോംഡ് ഇലക്ടോറൽ ചോയ്സ് എന്ന് വരുന്നത് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞേക്കുന്നത് എന്നാണ് നോക്കുന്നത്. ദെൻ ആർട്ടിക്കിൾ 326 പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ്. അതെന്താ, 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇറ്റ്സ് യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് എന്ന് പറയുന്നത്. ദെൻ കുറച്ച് ജഡ്ജ്മെന്റ് അഗെയിൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. കേശവാനന്ദ ഭാരതി 1973 കേസ്, ദ ഫേമസ് കേസ് അല്ലെ. ഡെമോക്രസി ഇസ് എ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ഡെമോക്രസി ഇസ് എ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ. ദെൻ ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ് നാരായൺ കേസ് പറഞ്ഞു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ് ആർ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ദ ഡെമോക്രസി ആൻഡ് ദ ബേസിക് സ്ട്രക്ചർ. അതായത് ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ് നാരായൺ എന്ന് പറഞ്ഞ കേസിൽ എന്ത് പറഞ്ഞു, നമുക്ക് ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഫ്രീ ആയിട്ടും
പിന്നെ നല്ല ഒരു എലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക് സ്ട്രക്ചർ ആണ് ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ്നാരായണൻ കേസിൽ പറഞ്ഞു. ഓക്കെ, ദെൻ വാട്ട്സ് ദ പ്രസന്റ് പൊസിഷൻ? റൈറ്റ് ടു വോട്ട് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്, പക്ഷേ ഇൻഫോംഡ് ചോയ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നോട്ട് എ ബലറ്റ് സീക്രസി ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ദെൻ ആർഗ്യുമെന്റ്സ് ഫോർ റെക്കഗ്നൈസിങ് വോട്ടിംഗ് ആസ് എ ഫണ്ടമെന്റൽ. എന്തുകൊണ്ട് നമ്മൾ ഒരു റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കണം എന്നുള്ള ആർഗ്യുമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് തിങ് ഈസ് ഇറ്റ് വുഡ് സ്ട്രെങ്തൻ ദ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ. അല്ലെ, നമ്മുടെ റൈറ്റ് ടു വോട്ട് എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിൽ ദാറ്റ് വുഡ് സ്ട്രെങ്തൻ അവർ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ. ദെൻ aligns with the basic structure doctrine, provides stronger constitutional protection against arbitrary exclusion from electoral rules. ഇപ്പോൾ electoral rules ഉണ്ടല്ലോ, ഇലക്ഷൻ്റെ പല കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ആ ഇലക്ടറൽ റൂൾസ് ചില സമയത്ത് ചില ആൾക്കാരുടെ പേര് കാണത്തില്ല. പക്ഷെ ഇപ്പോൾ റൈറ്റ് വോട്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാൻ ഒരു വാലിഡ് പോയിന്റ് ഉണ്ട് നമ്മുടെ. ഓക്കെ, ഇതുപോലെ റീസൺസ്. എങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി റൈറ്റ് വോട്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കുന്നതിൽ യോജിപ്പില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. കുറച്ച് കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അതായത് കംപ്ലീറ്റ് ഒരു ആബ്സല്യൂട്ട് റൈറ്റ് പോലെ ഒന്നും ആക്കരുത്. പാർലമെന്റിന് റെസ്ട്രിക്ഷൻ വെക്കാനുള്ള പ്രൊവിഷൻസും ഉൾപ്പെടുത്തും. അത് റൈറ്റ് ടു വോട്ട്, നോട്ട് എവറി ആസ്പെക്ട് ഓഫ് വോട്ടിംഗ് ഷുഡ് ബിക്കം ആൻ ആബ്സല്യൂട്ട് ഫണ്ടമെന്റൽ റൈറ്റ്. മറിച്ച് എന്ത് ചെയ്യണം, പാർലമെന്റിന് കുറച്ച് പവേഴ്സ് കൊടുക്കണം. അതായത് ഏജ് ക്വാളിഫിക്കേഷൻസ്, ഇലക്ടോറൽ റൂൾസ്, ഡിസ്ക്വാളിഫിക്കേഷൻ, എലക്ഷൻ പ്രോസസ്സ്, കറക്റ്റ് പ്രാക്ടീസസ്, ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിനുള്ള അധികാരം പാർലമെന്റ് കൊടുക്കണം. അല്ലാണ്ട് റൈറ്റ് ടു വോട്ട് കംപ്ലീറ്റ് ഒരു ആബ്സല്യൂട്ട് ഫണ്ടമെന്റൽ റൈറ്റ് ആക്കുകയും മാറ്റുകയും ചെയ്യരുത്. ഓക്കെ, ദീസ് ആർ ദ പ്രോസ് ആൻഡ് കോൺസ്. ഓക്കെ, ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചത്? അതായത് റൈറ്റ് വോട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റിൽ നിന്ന് ഫണ്ടമെന്റൽ റൈറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ കുറച്ച് പ്രൊവിഷൻസ് ഒക്കെ പറഞ്ഞേക്കുന്ന ഒരു ആർട്ടിക്കിളായിരുന്നു. ദെൻ നെക്സ്റ്റ് ന്യൂസ് ഈസ് അബൌട്ട് AI ഗവേണൻസ് ആൻഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത്. അതായത് 2026 ഫെബ്രുവരിയിൽ, ഈ വർഷം 2020 ഫെബ്രുവരിയിലും ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് എന്ത് ചെയ്തു? ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത് എന്താ? ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് മാപ്പിൽ ഗ്ലോബില് സദേൺ ഭാഗത്തുള്ള രാജ്യങ്ങളാണ്. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ദേ ആർ എമേർജിങ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. എക്കണോമിക്കലി ലെസ് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആയിരിക്കും കമ്പയർഡ് ടു ദ നോർത്തേൺ ഗ്ലോബ്. ഓക്കെ, ഗ്ലോബൽ നോർത്ത്, അതായത് മേലെന്ന് പറയുന്നത് USA, യൂറോപ്പ് ഇവരൊക്കെ ഉണ്ട്. അവരെ കമ്പാരിറ്റീവ്ലി ചെയ്യുമ്പോൾ എന്താ, താഴെയുള്ള രാജ്യങ്ങൾ ഭയങ്കര എമേർജിങ് ആൻഡ് ഡെവലപ്പിംഗ് രാജ്യങ്ങളായിരിക്കും. ഇവരാണ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. സോ ദ ന്യൂസ് ടോക്സ് അബൌട്ട് ദാറ്റ് അറ്റ് ദ India AI Summit 2026, India sought to place the concerns of the Global South at the center of global AI governance. The summit shifted focus from the existential AI risk to real-world harms, equity, inclusion and development. അതായത് ഇത് നടന്നപ്പോൾ ഗ്ലോബൽ സൗത്തിന്റെ ഇഷ്യൂസ് ആണ് കൂടുതലും ഇന്ത്യ എന്ത് ചെയ്ത് മുന്നോട്ട് വെച്ചത്. ലൈക്ക് ഇൻക്ലൂഷൻ, അതായത് നമുക്ക് പല ഗവേണൻസ് ആയിട്ടുള്ള ടൂൾസും മറ്റ് എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ലഭിക്കുന്നില്ല. ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കാണ് കൂടുതലും ലഭിക്കുന്നത്, നമ്മൾ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നു, മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഫോക്കസ്ഡ് ഏരിയ റിയൽ വേൾഡ് AI ആംസ്, ഇൻക്ലൂസീവ് AI ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ നീഡ്സ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇത്തരം കാര്യങ്ങളായിരുന്നു ഇന്ത്യ മുന്നോട്ട് വെച്ചത്. ദെൻ മറ്റ് AI സബ്മിറ്റിൽ നിന്ന് വ്യത്യസ്തമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് AI സബ്മിറ്റ്സ് ഒക്കെ നടന്ന സമയത്ത് ജസ്റ്റ് ടോക്സ് അബൌട്ട് ദ കാറ്റാസ്ട്രോഫിക് AI റിസ്ക്. AI യൂസ് ചെയ്യുന്ന റിസ്കിനെ കുറിച്ച് മാത്രമേ AI സബ്മിറ്റ്സിൽ പൊതുവെ പറയാറുള്ളൂ, AI ഗവേണൻസിലായിട്ട്. പക്ഷെ അതിന്റെ ഇക്വിറ്റി പ്രൊവിഷൻസോ ഇൻക്ലൂസീവ് പ്രൊവിഷൻസോ ഒന്നും പറയാറില്ല. ഓക്കെ, ദാറ്റ്സ് മേക്ക് ദിസ് സബ്മിറ്റ് ഡിഫറെന്റ്. ദെൻ ഇന്ത്യ AI ഗവേണൻസ് ഡിലെമ. ഇന്ത്യയിൽ AI ഗവേണൻസിൽ എന്താ പ്രശ്നം നോക്കാം. ഒന്നാമത്തെ കേസ് നമുക്ക് പ്രശ്നമല്ല, ഇന്ത്യ സീക്സ് ടു എ ബാലൻസ് ബിറ്റ്വീൻ ദ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് വിത്ത് അഡ്വാൻസ്ഡ് എക്കണോമീസ് എസ്പെഷ്യലി US ആൻഡ് സ്ട്രാറ്റജിക് ഓട്ടോണമി ആൻഡ് ലീഡർഷിപ്പ് ഓഫ് ഗ്ലോബൽ സൗത്ത്. നമ്മൾ US മുതലായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ നമ്മൾ എന്ത് AI ഗവേണൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ AI കാര്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങൾക്ക് ഇന്ത്യ വേണം ഒരു ലീഡർഷിപ്പ് കൊടുക്കാനും വേണ്ടിയിട്ട്. ഇത് AI റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്. പിന്നെ പാക് സിലിക്ക എന്ന് പറഞ്ഞൊരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അതായത്
നമ്മൾ സിലിക്കൺ, അതുപോലെ തന്നെ ഗവേണൻസ്, ഇത്തരം അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ സപ്ലൈ ചെയിനിലൊക്കെ ഒരു കുറച്ച് കോർപ്പറേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പാക് സിലിക്ക എന്ന് പറയുന്നത്. US ലെഡ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അതിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തരം പാർട്ടിസിപ്പേഷനൊക്കെ ഇന്ത്യയെ മറ്റ് ഫോറിൻ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ദെൻ കൺസേൺസ് ഓഫ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ മെയിൻ കൺസേൺസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഓഫ് ഫോറിൻ ടെക്നോളജീസ്. അതായത് ദേ ആർ ജസ്റ്റ് കൺസ്യൂമിങ് ഫോറിൻ ടെക്നോളജി. അതായത് ഇവരുടെ രാജ്യങ്ങൾ പുവർ രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ വലിയ പൈസയൊന്നുമില്ല എന്തിന് ഇത് ഡെവലപ്പ് ചെയ്യാനും കാര്യമൊക്കെ ആയിട്ട്. അപ്പൊ ജസ്റ്റ് കൺസ്യൂമർ ആണ്. ഓക്കെ, അല്ലാണ്ട് ഇവരായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്യുന്നത് വളരെ കുറവാണ്. പിന്നെ ഇതിൽ ഏറ്റവും എന്താ പറയുക, ഡാറ്റാ സെന്റേഴ്സ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡാറ്റാ സെന്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതുപോലെ ഡാറ്റാസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ പൊതുവെ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ കൊണ്ട് പ്ലേസ് ചെയ്യും. വൈ? ബിക്കോസ് ഡാറ്റാ സെന്റേഴ്സ് പണിയാന്ന് പറയുന്നത് കുറെ എൻവയോൺമെന്റൽ കൺസേൺസ് ഉണ്ട്. ഓക്കെ, സോഷ്യൽ കൺസേൺസ് ഉണ്ട്. ഒരു വലിയൊരു ഡാറ്റാ സെന്റർ പണിയാന്ന് വിചാരിക്കുക, കുറേ സ്ഥലങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതിൽ എൻവയോൺമെന്റ് കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് വാട്ടർ. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സെർച്ച് ചെയ്യുക എന്നൊക്കെ വിചാരിക്കാം, ലോട്ട്സ് ഓഫ് വാട്ടർ ഈസ് കൺസ്യൂമിങ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും. അതായത് നമ്മുടെ നമ്മുടെ ഡാറ്റാ സെന്റേഴ്സ് ഒരുപാട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരെ തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വെള്ളമാണ്. ഓക്കെ, പല ഇൻസ്ട്രുമെന്റ്സും വെള്ളത്തിൽ ഇട്ടാണ് വെക്കുന്നത് ചൂടാവാതിരിക്കാനായിട്ട്. ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കും. ഇലക്ട്രിസിറ്റിക്ക് ഒരുപാട് ലൂസും വരും. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളത്തിലാണ് നമ്മൾ പല ഡാറ്റാ സെന്റേഴ്സും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെള്ളം ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഏകദേശം ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പൊല്യൂട്ടഡ് ആകുകയും ചെയ്യും. അപ്പോൾ അതിനൊരു എൻവയോൺമെന്റൽ കൺസേൺസ്, ഒരുപാട് വെള്ളം വേണം. ഓക്കെ, കുറച്ചും തന്നെ ഒരുപാട് വെള്ളം വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു സോഷ്യൽ കൺസേൺസ് എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഒരു ഡാറ്റാ സെന്റർ വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്ലേസിലുള്ള ആൾക്കാരെ റീഹാബിലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതുപോലെയുള്ള കൺസേൺസ് മെയിനായിട്ടും ഈ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് നേരിടുന്നത്. അപ്പൊ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ ഒരു ഡാറ്റാ സെന്റേഴ്സിന്റെ ലൊക്കേഷൻ ആയിട്ട് മാറ്റുന്നുള്ളൂ. ഓക്കെ, ചീപ്പ് ലേബർ ഫോർ ഡാറ്റ ലാബിംഗ്. ഓക്കെ, ദെൻ ചലഞ്ചസ് ഫേസിങ് ഇന്ത്യ. പ്രത്യേകിച്ചുള്ള ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ അഗൈൻ കുറച്ചുകൂടി ചലഞ്ചസ് പറയുകയാണെങ്കിൽ ലിമിറ്റഡ് ഇൻഡിജിനിയസ് ഫൗണ്ടേഷൻ ഓഫ് AI മോഡൽ. ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്ന നമുക്ക് ഇൻഡിജിനസ് ആയിട്ടുള്ള കുറച്ച് കുറവുണ്ട്. കാരണം നമ്മൾ ഒരു ഡാറ്റ എപ്പോഴും പഠിക്കാറുള്ളതാണ്. 0.6% ഓഫ് ദ GDP ആണ് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ് ചെയ്ത് വളരെ കുറവാണ്. ഓക്കെ, ദെൻ സെമി കണ്ടക്ടർ എക്കോസിസ്റ്റം നല്ലതല്ല ഇന്ത്യയിൽ. നമ്മൾ എപ്പോഴും സെമി കണ്ടക്ടറിനൊക്കെ വേണ്ടി ആരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈന മുതലായ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മിനറൽസിനെ മെയിനായിട്ട് നമ്മൾ ചൈനയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ ഈ ഇഷ്യൂസ് ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ. ദെൻ AI ഗവേണൻസിലെ ടോട്ടൽ ലെവലിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ചലഞ്ച് പറഞ്ഞു, ഗ്ലോബൽ സൗത്തിന്റെ ചലഞ്ചസ് പറഞ്ഞു. ഇനി AI സാധാരണ രീതിയിൽ AI ഗവേണൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ച് വരും? ലൈക്ക് ഡാറ്റ ഗവേണൻസ്, ആ ഡാറ്റ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച്, കൺസ്യൂമറിന്റെ പ്രൊട്ടക്ഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഒരു ചലഞ്ചാണ്, കോമ്പറ്റീഷൻ റെഗുലേഷൻ, യൂസർ സേഫ്റ്റി, ഇതുപോലെ കുറെ എത്തിക്കൽ കൺസേൺസ് ഒക്കെ AI നേരിടുന്നുണ്ട് ഓൾ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലേ? ദെൻ വാട്ട് ഇസ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ? ഇന്ത്യക്ക് ഈ ഇത്തരം കാര്യങ്ങൾ ചലഞ്ചസ് ഉണ്ട് എങ്കിലും വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യ? ഇന്ത്യക്ക് ആക്ച്വലി ഒരു ലീഡർ ആകാൻ പറ്റും, പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്തിൽ. ബിക്കോസ് അവരെല്ലാം ഇൻക്ലൂസീവ് AI ഗവേണൻസിന് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇൻക്ലൂസീവ് ആയിട്ടുള്ള AI ഗവേണൻസിന് വേണ്ടി ഇന്ത്യ തന്നെയാണ് മുന്നോട്ട് വാദം വയ്ക്കുന്നത്. ദെൻ ഗ്ലോബൽ സൗത്ത് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഡെവലപ്പിംഗ് ഇൻഡിജിനിയസ് AI എക്കോസിസ്റ്റം, എൻഹാൻസ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ഈ മേഖലയിൽ ഇന്ത്യ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആക്ച്വലി നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരും. ഓക്കെ, ഇതാണ് ന്യൂസ് പറയാൻ. ദെൻ ഇത്തരം കാര്യങ്ങളൊക്കെ അഗെയിൻ പറഞ്ഞേക്കുന്ന കേസ് തന്നെയാണ്, ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് ന്യൂസ് ഈസ് ഹൗ ദ റൈറ്റ് ടു വാക്ക് ഈസ് എൻ ഇന്റഗ്രൽ ടു മോഡേണിറ്റി. അതായത് റൈറ്റ് ടു വാക്ക് ത്രൂ ദ ഫുട്പാത്ത് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഈയിടെ മണിയാർ ഇലിയാസ് ഷെയ്ഖ് വേഴ്സസ് P. അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞു റൈറ്റ് ടു വാക്ക് ഓൺ ദ ഫുട്പാത്ത് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, ആർട്ടിക്കിൾ നമ്പർ 19(1)D ആൻഡ് ആർട്ടിക്കിൾ 21.
ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി അച്ഛനായിട്ട് സ്കൂളിൽ പോണ സമയത്ത് ഒരു ടാങ്കർ ലോറി ഇടിച്ച് കുട്ടി മരിച്ചു പോയി. അപ്പം ആ ഒരു കേസിൽ ആ അച്ഛൻ സുപ്രീം കോടതിനെ സമീപിച്ചപ്പോഴാണ് ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നത്, ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദ റൈറ്റ് ടു വാക്ക് ഓൺ സേഫ്റ്റി ഫുട്പാത്ത് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ്. സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ അണ്ടർ 19(1)(d), അതായത് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ആർട്ടിക്കിൾ 21 ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഓക്കെ, ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിഗ്നിഫിക്കൻസ്, സേഫ് ഫുട്പാത്ത് ആർ എസെൻഷ്യൽ ഫോർ വാട്ട്? ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഹ്യൂമൻ ഡിഗ്നിറ്റി, ആക്സസിബിലിറ്റി, ഇൻക്ലൂസീവ് അർബൻ ഡെവലപ്മെന്റ്. അതായത് സേഫ് ആയിട്ടുള്ള ഫുട്പാത്ത് എന്ന് പറയുന്നത് എന്താ? ഹ്യൂമൻ ഡിഗ്നിറ്റി ഉറപ്പുവരുത്താനും, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉറപ്പുവരുത്താനും, ആക്സസിബിലിറ്റി ഉറപ്പുവരുത്താനും, ഇൻക്ലൂസീവ് അർബൻ ഡെവലപ്മെന്റ് ഉറപ്പുവരുത്താനും എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ബ്രോഡർ സിഗ്നിഫിക്കൻസ് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് എന്നല്ലാണ്ട് മറ്റ് സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് പ്രൊമോട്ട്സ് വാക്കബിൾ സിറ്റീസ്. വാക്കബിൾ സിറ്റീസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് പല സമയത്തും എന്താ റോഡിൽ കൂടെ ഒന്നും നടക്കാൻ പറ്റും, മുഴുവൻ വാഹനങ്ങളായിരിക്കും. സിറ്റീസിലൂടെ വാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ആക്ച്വലി ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ പല അർബൻ ഏരിയാസ്. സോ ഇറ്റ് പ്രൊമോട്ട് ദ വാക്കബിൾ സിറ്റീസ്. ദെൻ സസ്റ്റൈനബിൾ അർബൻ ട്രാൻസ്പോർട്ട് ഉറപ്പുവരുത്തും, റോഡിലെ സേഫ്റ്റിയും ഉറപ്പുവരുത്താൻ ഈ ഒരു ജഡ്ജ്മെന്റ് പ്രകാരം നമുക്ക് പറ്റും. ദെൻ എൻകറേജസ് എക്വിറ്റബിൾ അലോക്കേഷൻ ഓഫ് പബ്ലിക് സ്പേസ്, നോട്ട് ജസ്റ്റ് വെഹിക്കിൾ സെൻട്രിക് പ്ലാനിങ്. അതായത് റോഡ് എന്ന് പറയുന്നത് വെഹിക്കിൾസിന് മാത്രമുള്ളതല്ല, മറിച്ച് നമ്മൾ നടക്കാനുള്ളവർക്ക് കൂടിയുള്ള. ദെൻ ഇഷ്യൂസ് ഹൈലൈറ്റഡ്. ഇത്തരം പ്രശ്നങ്ങൾ ജഡ്ജ്മെന്റ് ഒക്കെ വന്നു, പക്ഷെ കുറച്ച് ചാലഞ്ചസ് നമ്മുടെ മുന്നിലുണ്ട്. വാട്ട് ചലഞ്ചസ്? അതായത് എൻക്രോച്ച്ഡ് പുവർ മെയിൻറ്റൈൻഡ് ഫുട്പാത്ത്സ്. പലപ്പോഴും നമ്മുടെ ഫുട്പാത്ത്സിൽ എൻക്രോച്ച്മെന്റ് നടക്കുന്നത്. പല സ്ട്രീറ്റ് വെൻഡേഴ്സ് എല്ലാം ഫുട്പാത്തിൽ അവർ കാര്യങ്ങളൊക്കെ എന്താ പറയുക, അവരുടെ കടകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് നടക്കാൻ പോലുള്ള ഒരു വഴി ഉണ്ടാവില്ല. പിന്നെ പുവർലി മെയിൻറ്റൈൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. ചില സ്ഥലത്ത് ഒരു കുഴി കാണും ചിലപ്പോൾ, അല്ലേ? ചില സ്ഥലത്ത് അവിടുത്തെ എന്താ പറയുക സ്ലാബും കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിരിക്കില്ല, പുവർലി മെയിൻറ്റൈൻഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്ന റൂട്ടിൽ മോട്ടോർ വെഹിക്കിൾസിനായിരിക്കും. പല റോഡ് കണ്ടു കഴിഞ്ഞാലും നടക്കാനുള്ള ഒരു രീതി, നടക്കാനുള്ള വഴി നമുക്ക് വളരെ കുറവായിരിക്കും. പിന്നെ എക്സ്പെഷ്യലി ദിസ് ഈസ് ചലഞ്ചിങ് ഫോർ എൽഡർലി പേഴ്സൺസിനും ചിൽഡ്രനും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആകണം. ഡിസബിൾഡ് പേഴ്സണൊക്കെ എക്സ്പെഷ്യലി ഇപ്പോൾ റൂട്ടിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് ചലഞ്ചാണ്. കാരണം എന്താ, ഫുട് പാത്ത്സ് പ്രോപ്പറായിട്ട് പണിയുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ ദ വേ ഫോർവേഡ്, കണ്ടിന്യൂസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻ ഫ്രീ ഫുട്പാത്ത്സ് നമുക്ക് ഉറപ്പുവരുത്തുക. ഫുട്പാത്ത്സിൽ മറ്റു ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവരുത്. അഡോപ്റ്റ് പെഡസ്ട്രിയൻ ഫസ്റ്റ് അർബൻ പ്ലാനിങ്, ഇംപ്രൂവ് ആക്സസിബിലിറ്റി ആൻഡ് യൂണിവേഴ്സൽ ഡിസൈൻ, സ്ട്രെങ്തൻ ദ എൻഫോഴ്സ്മെന്റ് അഗെയിൻസ്റ്റ് എൻക്രോച്ച്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലും നമ്മുടെ നിയമം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സ്ട്രെങ്തൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ന്യൂസ്. ഓക്കെ, ദ ക്വസ്റ്റ്യൻ സറൗണ്ടിങ് ദ ക്വാഡ്സ് ഫീച്ചർ. ക്വാഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വാഡ് ഇസ് എൻ ഇൻഫോർമൽ സ്ട്രാറ്റജിക് ടൂൾ കോർഡിനേറ്റഡ് ഫോർ സെക്യൂരിറ്റി ഡയലോഗ്, അല്ലേ? അതായത് ക്വാഡ് ഒരു ഇൻഫോർമൽ ഗ്രൂപ്പാണ്. ഏത് രാജ്യങ്ങൾ തമ്മിലുള്ളത്? ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ. ഈ രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് എന്ത്? ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്, അല്ലാന്നുണ്ടെങ്കിൽ ക്വാഡ് എന്ന് പറയുന്നത്. ദിസ് ഓർഗനൈസേഷൻ ഈസ് പ്രൈമറി ഫോക്കസിങ് ഓൺ ദ ഇൻഡോ പസഫിക് റീജിയൻ. അപ്പൊ എന്താണ് ക്വാഡ് എന്ന് പറഞ്ഞിട്ട് ന്യൂസിലോട്ട് പോവാം. ക്വാഡ് എന്ന് പറയുമ്പോൾ ഈ 4 പേരാണുള്ളത്. ദേ ആർ വർക്കിംഗ് ഫോർ ദ ഡെവലപ്മെന്റ് ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ഇൻഡോ പസഫിക് റീജിയൻ. ഇൻഡോ പസഫിക് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യന്, പസഫിക് ഓഷ്യൻ്റെ ഒക്കെ റീജിയൻസിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റീസെന്റ് കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. USA ഇതിലൊരു മെമ്പറാണല്ലോ USA. ഓക്കെ, USA ഒരു മിലിറ്ററി വിങ് ഉണ്ട്. ഓക്കെ, അതിന്റെ പേര് മാറ്റി. അതായത് US ഇൻഡോ പസഫിക് കമാൻഡിൽ നിന്ന് എന്ത് ബാക്ക് ടു US പസഫിക് കമാൻഡ് എന്ന് പേര് മാറ്റി. ഒരു പേര് മാറ്റി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പേര് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇൻഡോ പസഫിക്കിൽ നിന്ന് പസഫിക് ഏരിയയിലോട്ടുള്ള കോർപ്പറേഷൻ ഇനി മതി എന്നുള്ള രീതിയിലാണ്. അതായത് ഇൻഡോ പസഫിക് റീജിയന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരും. ഓക്കെ, ഇൻഡോ പസഫിക്, അതായത് ക്വാഡിന്റെ ഇമ്പോർട്ടൻസ് മാത്രമല്ല, ഇൻഡോ പസഫിക് റീജിയൻസിന്റെയും ഇമ്പോർട്ടൻസ് കുറയും. അതാണ് ന്യൂസ്. ഓക്കെ, ദെൻ ഈ ക്വാഡ് പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ വരയ്ക്കാം. ഈ 4 രാജ്യങ്ങളാണ് ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ. ദ പ്രൊമോട്ട് ഫ്രീ, ഓപ്പൺ, ഇൻക്ലൂസീവ്, റൂൾ ബേസ്ഡ് ഇൻഡോ പസഫിക് റീജിയൻ. ദ കോർപ്പറേഷൻ ഓൺ സെക്യൂരിറ്റി, ക്രിട്ടിക്കൽ ടെക്നോളജി, സപ്ലൈ ചെയിൻസ്, ക്ലൈമറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, മാരിടൈം സെക്യൂരിറ്റി
ഇത്തരം മേഖലയിലാണ് ക്വാഡ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. ഓക്കെ, then what are the issues highlighted? The first issue is US strategic shift towards the Western Hemisphere raised concerns over reduced Indo-Pacific focus. അതായത് ഇൻഡോ പസഫിക് റീജിയനിലായിരുന്നു എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ US ഇപ്പോൾ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യുന്നു, ഇൻഡോ പസഫിക് റീജിയനിൽ നിന്ന് വെസ്റ്റേൺ ഭാഗത്തോട്ട്, വെസ്റ്റേൺ ഹെമിസ്ഫിയർ ദാറ്റ് ഈസ് പസഫിക് ഓഷ്യനിലോട്ടുള്ള ഫോക്കസ് കൊടുക്കാൻ പോകും. Then Quad continues to avoid explicitly naming China. അതായത് ആക്ച്വലി ക്വാഡ് എന്ന് പറഞ്ഞ ഒരു ആന്റി ചൈന എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ഇൻഡോ പസഫിക് റീജിയനിൽ ഇമ്പോർട്ടൻസ് ചൈനയ്ക്കും കൂടി ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട്. അവർ കുറേ ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ചൈനയെ എതിർക്കാൻ വേണ്ടിയിട്ട് ചൈനയുടെ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എതിർക്കാൻ വേണ്ടിയിട്ടുമാണ് US ഒക്കെ രീതിയിലൊക്കെ ഈ ഒരു ഗ്രൂപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇൻഫോർമലി നമ്മൾ പറയുന്നത് ഇൻഫോർമലി പറയുള്ളൂ, മീൻസ് ചൈനയ്ക്ക് എതിരെയാണെന്ന് പ്രോപ്പർലി പറയില്ല എന്നുണ്ടെങ്കിലും ഒരു ആന്റി ചൈന ഒരു ഇൻവോൾവ്മെന്റ് ഇതിൻ്റെ അകത്ത് കാണാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം ചൈനനെ നെയിമിങ് ചെയ്യുന്നില്ല. പിന്നെ ക്വാഡ് ലാക്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, ഡെഡിക്കേറ്റഡ് ഉള്ള ഫണ്ടിങ് ഫെസിലിറ്റി ഒന്നും ക്വാഡിനില്ല. ലോങ് ടേം ഇംപ്ലിമെന്റേഷൻ മെക്കാനിസംസ് ഒന്നുമില്ല. അതായത് ചെറിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു, ഓക്കെ, അത് ലോങ് ടേമിലായിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ഒന്നുമില്ല. ചെറുതായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും, നടപ്പിലാക്കും, പക്ഷെ ഒരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതില്ല. അപ്പോൾ ക്വാഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഒരു കോഡ് കൊണ്ടുവരുന്ന ഇനീഷ്യേറ്റീവ്സ് ഒന്നും പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ദെൻ ക്വാഡിൻ്റെ മേജർ ഏരിയാസ് ഓഫ് കോർപ്പറേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ മറ്റ് ചലഞ്ചസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവ് ഡോമിനേറ്റ് ഓവർ എക്കണോമിക് കോർപ്പറേഷൻ. ഈ ക്വാഡ് രാജ്യങ്ങൾ തമ്മിൽ ഇൻഡോ പസഫിക് റീജിയനിൽ സെക്യൂരിറ്റിക്കാണ് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്നത്, അല്ലാണ്ട് എക്കണോമിക് ഡെവലപ്മെന്റ്, രാജ്യങ്ങളുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ല ഫോക്കസ് കൊടുക്കുന്നത്. അപ്പം ഒരു നല്ല രീതിയിലൊരു കോർപ്പറേഷൻ വരുന്നില്ല എക്കണോമിക് രീതിയിൽ. ദെൻ ലിമിറ്റഡ് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി. ആ ഭാഗങ്ങളിൽ കണക്ടിവിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും ഉറപ്പുവരുത്തുക ഇൻഡോ പസഫിക് റീജിയനിൽ അധികം ഫണ്ടിങ് ഒന്നും ഇല്ല, ക്വാഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദെൻ കോമ്പറ്റീഷൻ ഫ്രം ചൈനീസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ദ ഇൻഡോ പസഫിക്. അതായത് ചൈന ഇൻഡോ പസഫിക് റീജിയനിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, സോ അവിടെ നല്ല കോമ്പറ്റീഷൻ. ദീസ് ആർ ദ ചലഞ്ചസ്. ദെൻ ഇത്രത്തോളം ചലഞ്ചസ് ഇന്ത്യക്ക് നേരിടുന്നുണ്ടെങ്കിലും ക്വാഡിന് ഇന്ത്യക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുന്നുണ്ട്. അത് സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് സ്ട്രെങ്തൻ ഇന്ത്യാസ് റോൾ ഇൻ ദ ഇൻഡോ പസഫിക്. അതായത് US പോകുന്നു, ഇന്ത്യക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ കൂടിയാണ് ഒരു അർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ എൻഹാൻസസ് മാരിടൈം സെക്യൂരിറ്റി ഇൻ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. ഇന്ത്യ എന്തൊക്കെ ചെയ്യണമെന്നും കൂടി പറയുന്നത്. അതായത് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നമ്മുടെ സെക്യൂരിറ്റി കൂടുതൽ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ സാഗർ ഇനീഷ്യേറ്റീവ് ഉണ്ട്, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ ആൻഡ് ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനീഷ്യേറ്റീവ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ക്വാഡിന്റെ ഇമ്പോർട്ടൻസും ഇൻഡോ പസഫിക് റീജിയന്റെ ഇമ്പോർട്ടൻസും ഒക്കെ കുറയും. അത് നമുക്ക് അധികം നല്ലതല്ല. ഓക്കെ, ബിക്കോസ് ചൈനയുടെ ഇമ്പോർട്ടൻസ് അവിടെ ഓട്ടോമാറ്റിക്കലി കൂടും. ദെൻ എക്സ്പാൻഡ് ദ കോർപ്പറേഷൻ ബിയോണ്ട് സെക്യൂരിറ്റിയിൽ മാത്രമല്ല കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നത്. അതായത് സെക്യൂരിറ്റി പാസേജിന്റെ സെക്യൂരിറ്റി, നേവൽ സെക്യൂരിറ്റിയിലൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ അത് മാറ്റി ക്ലൈമറ്റ് റിസൈലൻസ്, ഹെൽത്ത് സെക്യൂരിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസ്, ഡിജിറ്റൽ ക്രിട്ടിക്കൽ ടെക്നോളജീസ് ഇവിടെ കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ന്യൂസ് ഭയങ്കര സിമ്പിൾ, ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ കണ്ടാൽ മതി ന്യൂസിന്. അതായത് വിക്രം 1, അതായത് ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ്ലി ഡെവലപ്ഡ് ഓർബിറ്റൽ ക്ലാസ് ലോഞ്ച് വെഹിക്കിൾ ആണ് വിക്രം 1 ലോഞ്ച് വെഹിക്കിൾ ആണ്. ഇറ്റ്സ് ഡെവലപ്ഡ് ബൈ സ്കൈ റൂട്ട് എയ്റോസ്പേസ്. ഇതിനകത്ത് ഒരു 6ഓളം ഒരു പേലോഡ്സ്, അതിൻ്റെ അകത്ത് പേലോഡ്സ് എന്ന് പറയുമ്പോൾ 6 ഉണ്ടാവും. ഓക്കെ, ഇതെന്താ ഉറപ്പുവരുത്തുന്നത്? പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ സ്പേസ് സെക്ടർ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഇസ്രോ. അപ്പോൾ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെയും കൂടി കോൺട്രിബ്യൂഷൻ കൂട്ടുന്നുണ്ട്, എങ്കിലും നമുക്ക് കൂടുതൽ ഡെവലപ്മെന്റ് വരുള്ളൂ. ഈ ഒരു തിരിച്ചറിവ് ഇന്ത്യക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ ശ്രമിച്ചു. പ്രൈവറ്റ് സെക്ടേഴ്സ് ഈ മേഖലയിലോട്ട് വന്നു തുടങ്ങി. ഓക്കെ, അപ്പം പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ്റെ ഒരു സിംബിളൈസ് ചെയ്യുന്നതാണ് ഈ ഒരു ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് പ്രൈവറ്റ്ലി ബിൽഡ് ഓർബിറ്റൽ ക്ലാസ് ലോഞ്ച് വെഹിക്കിൾ ആണ് വിക്രം 1. ഓക്കെ, ഇത്തരത്തിലെ പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വുഡ് പ്രൊമോട്ട് കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, സ്പേസ് ടെക്നോളജി ഇന്നോവേഷൻ, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, ഇന്റർനാഷണൽ കൊളാബറേഷൻസ്, ഇതിനൊക്കെ ആക്ച്വലി ഇത് ഹെൽപ്പ് ആവും.
ആക്ച്വലി വിക്രം 1 വന്നതും ഇത്തരം മേഖലയിൽ ഹെൽപ്പ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യ സ്പേസ് സെക്ടർ പറയുന്നുണ്ട്, ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻ വുഡ് അൾട്ടിമേറ്റ്ലി ലീഡ് ടു ദ വിഷൻ ഓഫ് ആത്മനിർഭർ ഭാരത്. അതായത് സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇന്ത്യ, അതായത് മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ പാർട്ടിസിപ്പേഷനും ഹെൽപ്പ് ആവും. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ്. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ വുഡ് ബി ഷെയർഡ് ഇൻ ദ ടെലഗ്രാം ചാനൽ ഓഫ് സിവിൽ 360 IAS അക്കാദമി. സിവിൽ 360യുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ടെലഗ്രാം ചാനലിലോട്ട് ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. യു ക്യാൻ ആൻസർ ഇറ്റ് ആൻഡ് തന്നിരിക്കുന്ന ഒരു ഇമെയിൽ ഐഡിയിലോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാല്യൂ ചെയ്ത് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.